അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. ബലഹീനമായ ജീവിതങ്ങളെ അമ്മയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ബലവാനായ ദൈവത്തിൽ നിന്നും കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, എത്രയും ദയയുള്ള മാതാവിൻ്റെ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്കെന്നും ശക്തിയും നമുക്കെന്നും ധൈര്യവുമാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഒക്കെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. ഈ ദിനത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അമ്മയുടെ വലിയ മാധ്യസ്ഥ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് കരുത്ത് പകരട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപയും കാരുണ്യവും യാചിച്ച് ഏറ്റവും ഭക്തിയോടെ തമ്പുരാൻ്റെ വചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേതം ശുശ്രൂഷയുടെ 28-ാം ദിനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർക്കണം, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയച്ചിട്ടുള്ള ഒത്തിരി സഹോദരങ്ങളുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നമുക്കൊന്ന് സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനാ നിയോഗത്തോടൊപ്പം ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും അനേകായിരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം വലിയൊരു കൂട്ടായ്മയുണ്ട്. അപ്പം എല്ലാവരിലേക്ക് ഈ പ്രാർത്ഥനകൾ എത്തണം. അപ്പം നമ്മളെല്ലാവരെയും സമർപ്പിക്കുന്നു. എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ അനവധിയായ നിയോഗങ്ങളെ ഈശോയെ തൃക്കൺ പാർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈശോയുടെ സന്നിധിയിൽ നിയോഗം പരിശുദ്ധ അമ്മ വഴിയായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, മറക്കല്ലേ. ഒപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്പം കൂടെ വിശുദ്ധിയിലേക്ക് വളരുവാൻ, അല്പം കൂടെ ഒരു ക്രിസ്തീയ ആത്മീയതയുടെ നിറവിലേക്ക് വളരുവാനായിട്ട് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവകൃപയിലുള്ള കൂടുതൽ ആശ്രയവും എല്ലാം അതിലേക്ക് നമ്മളെ നയിക്കും. പരിശുദ്ധ അമ്മ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ദൈവകൃപയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അല്പം കൂടെ കൂടുതലായി അടുക്കണമെന്ന് പരിശുദ്ധ അമ്മ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. വിമല സങ്കേത ശുശ്രൂഷയുടെ 4-ാം ഘട്ടത്തിൻ്റെ 2-ാം ദിനത്തിലെ ശുശ്രൂഷയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിനായിട്ട് കാതോർക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന തമ്പുരാൻ്റെ വചനം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രിയമുള്ളവരെ, ഈ 4-ാം ഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരുവനെയും തള്ളിക്കളയുകയില്ല. പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്കും ആന്തരികതയിലേക്കും നമ്മൾ കടക്കുമ്പോൾ ഈശോയുടെ സ്വഭാവം, ഈശോ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ബലഹീനതയിൽ എപ്രകാരം ദൈവം നമ്മളോട് ചേർന്നിരിക്കും. ഇതാ തമ്പുരാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വളരെ അഭിഷേകം തുളുമ്പുന്ന വചനമാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നോക്കിയേ, തമ്പുരാൻ നമ്മളെ മാടി വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം തമ്പുരാൻ്റെ പക്കൽ നമുക്ക് ആശ്വാസത്തിനിടമുണ്ട്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. സങ്കീർത്തനം 55-ലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഇതാ, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആരെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ
അവൻ്റെ ജീവിതത്തെ ദൈവം ഒരിക്കലും മാറ്റി നിർത്തില്ല, തള്ളിക്കളയുകയില്ല. തൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെ പോലും സങ്കടത്തോടെ നിരാശയോടെ ഈശോ പറഞ്ഞയക്കുകയില്ല. തൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ പോലും തമ്പുരാൻ നിരാശയോടെ വേദനയോടെ പറഞ്ഞയക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല. പ്രിയമുള്ളവർ ഓർക്കണം കേട്ടോ, ഈശോയുടെ ജനനം മുതൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ അഭിഷേകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് ഇതാ ഭിത്തികളാൽ ചുറ്റപ്പെട്ടതല്ല, മറിച്ച് കടന്നു വരുന്ന ഏതു മനുഷ്യനെയും ഉൾക്കൊള്ളുവാൻ പാകത്തിന് ഈശോ എല്ലാവർക്കും തൻ്റെ ജീവിതത്തെ പകർന്നു നൽകിയവനാണ്. അവിടെ ജ്ഞാനികൾ കടന്നു വരുന്നുണ്ട്, ഇതാ പട്ടിണി പാവങ്ങൾ കടന്നു വരുന്നുണ്ട്, ആട്ടിടയര് കടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും ഈശോയുടെ സവിധത്തിൽ ഇടമുണ്ട്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പിതാവിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ ഇന്നലെ കണ്ടു. ആ സ്നേഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹം. ആരെയും മാറ്റി നിർത്തുന്നില്ല. പണത്തിൻ്റെ പേരിലോ ജോലിയുടെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ ഒന്നും ഈശോ ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും പരിഗണിക്കുന്ന ഈശോ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്വീകരിക്കേണ്ട വലിയൊരു ആത്മീയ കൃപയാണിത്. ഈശോയെ പോലെ കൂടെയുള്ളവരെ പരിഗണിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹം, തിരിച്ചു വ്യത്യാസങ്ങളില്ലാത്ത സ്നേഹം. കർത്താവിൻ്റെ സ്നേഹം അതാ, എല്ലാവരെയും ഒരേപോലെ. ചുങ്കക്കാരനെ സ്നേഹിക്കുന്നുണ്ട്, കുഷ്ഠരോഗിയെ സ്നേഹിക്കുന്നുണ്ട്, അന്ധനെ സ്നേഹിക്കുന്നുണ്ട്, ഇതാ സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്. ആരെയും തിരിച്ചു വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഈശോയുടെ പക്കൽ ഒരു സ്ഥലമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് തുറയിൽപ്പെട്ട വ്യക്തിയാണോ അവനും ഈശോയുടെ സന്നിധിയിൽ ഒരു ഇടമുണ്ട്. ഈശോ അവനും ഒരു സമയം കൊടുക്കുന്നുണ്ട്, അവനെയും കേൾക്കുവാനായി കാതു കൊടുക്കുന്ന ഈശോ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഇതാ ഈശോ ഒരു ഭവനത്തിൽ അനേകർക്ക് വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അവിടേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈശോയുടെ പക്കലേക്ക് എത്തിക്കാനായിട്ട് സ്ഥലമില്ല. അവരെന്താ ചെയ്തത്? ആ ഭവനത്തിൻ്റെ മേൽക്കൂര ഈശോ മാറ്റി ആ രോഗിയെ ഈശോയുടെ പക്കലേക്ക് കിടക്കയോടെ ഇറക്കുകയാണ്. നോക്കിയേ, ഈശോ അവരൊന്നും പറയുന്നില്ല, ഒന്നും കുറ്റം വിധിക്കുന്നില്ല. അവരെയും സ്നേഹിക്കുന്ന ഈശോ ആ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നവൻ ഈശോ. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ നാം കാണുന്നു, ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കുഷ്ഠരോഗി. കുഷ്ഠരോഗി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവമേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. സമൂഹം മാറ്റി നിർത്തിയ കുഷ്ഠരോഗികൾ, സമൂഹം ഒറ്റപ്പെടുത്തിയ ചുങ്കക്കാര്, പാപികൾ, ഈശോ അവരുടെ പക്കലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് പരിമിതികളില്ലാത്ത സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്തുന്ന സ്നേഹമല്ല, മറിച്ച് എല്ലാവരെയും ചേർത്തു നിർത്തുന്ന സ്നേഹത്തിൻ്റെ വലിയ ഒരുടമയാണ് ഈശോ. അവരിലേക്ക് അലിഞ്ഞു ചേരുകയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന വലിയൊരു സ്നേഹം. നമുക്കറിയാം, നമുക്കൊരു പഞ്ചസാര വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ കാപ്പിയിലോ ചായയിലോ ഇട്ടാൽ അതിൻ്റെ ഭാഗമായി തീരുന്ന പോലെ ഈശോ ഓരോ വ്യക്തിയുടെയും ഭാഗമായി തീരുകയാണ്. അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവനെ മനസ്സിലാക്കുന്നവനായിട്ട് ഈശോയെ കാണുകയാണ്. സഖ്യവസിൻ്റെ ജീവിതമൊക്കെ അങ്ങനെയല്ലേ? സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവൻ്റെ പക്കലേക്ക് ഈശോ കടന്നു ചെല്ലുക, അവനെ സ്നേഹിക്കുക, അവനെ പരിഗണിക്കുക. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് ഈശോ കാണിച്ചു തരുന്നത് അവനെ സ്നേഹിച്ചുകൊണ്ടാണ്. ഈശോ ഓരോ വ്യക്തികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. സമറിയക്കാരി സ്ത്രീ, ഇതാ പല ചോദ്യങ്ങളും അവൾ ചോദിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ, കരുതലോടെ, അവളോടുള്ള വാത്സല്യത്തോടെ ഇതാ അവളെ ഈശോ തൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. മെല്ലെ മെല്ലെ അവൾ തിരിച്ചറിയുന്നു തന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന്. ആ അറിവിൻ്റെ പൂർണ്ണത അവളെ നയിക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്കാണ്. അവൾ വെള്ളം കോരുവാൻ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് ഇതാ പട്ടണത്തിലേക്ക് പോയി ആ പട്ടണവാസികളെ എല്ലാം ഈശോയിലേക്ക് കൊണ്ടുവരുന്ന, അവരെ വിളിച്ചു കൊണ്ടുവരുന്ന വലിയൊരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ
വലിയ മാതൃകയായിട്ട് അവൾ മാറുമ്പോൾ പ്രിയമുള്ളവരെ, ഈശോ അവളെ വ്യക്തിപരമായി സ്നേഹിച്ചു എന്നൊരൊറ്റ കാരണമാണ്. ഈശോ അവളെ വ്യക്തിപരമായി സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം. സുവിശേഷത്തിലെ ഈശോ എന്ന് പറയുന്നത് നിന്നെ സ്നേഹിക്കുന്നവനാണ്. നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവനാണ് നിന്റെ ദൈവം. നീ ഒരിക്കലും സങ്കടപ്പെട്ട് കണ്ണുനീര് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ പോലും ഞാൻ തള്ളിക്കളയുകയില്ല, ആരെയും ഞാൻ മാറ്റി നിർത്തുകയില്ല. ആരെല്ലാം വിശ്വാസത്തോടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു, അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതാ പുത്തൻ അഭിഷേകത്തിൻ്റെ പുതിയ നിറവ് നൽകി ഈശോ അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ടാണ് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിനാൽ തന്നെ ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ മാറ്റി നിർത്തുന്നവനല്ല. എല്ലാവർക്കും ഈശോയുടെ സന്നിധിയിൽ അഭയമുണ്ട്. അതല്ലേ കലിത്തൊഴുത്തിലെ പുൽക്കൂട്, അതെല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതുപോലെയാണ് നമ്മുടെ ദേവാലയങ്ങളും തുറന്നിട്ടിരിക്കുകയാണ്. കടന്നു വരുന്ന എല്ലാവരും സ്വീകരിക്കുവാൻ ഈശോ അവിടെ കാത്തിരിക്കുകയാണ്. ഇതാ ദേവാലയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. നമ്മളെ കാത്തിരിക്കുന്ന ദൈവമുണ്ട്. നീ കടന്നു പോകുന്ന ജീവിതാവസ്ഥ ഏതാണോ, ആ ജീവിതാവസ്ഥയിൽ നിന്നെ കരുതുന്ന, നിന്നെ താങ്ങുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവിലൂടെ നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഒപ്പം ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, നീ മൂലം ആരും സങ്കടപ്പെടാൻ പാടില്ല, നീ മൂലം ആരും ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ സങ്കടങ്ങളുടെ വേദനകളിലേക്ക് നീ മൂലം ആരും വീണുപോകാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, ഒരു സ്നേഹത്തിൻ്റെ കരുതൽ, ഒരു താങ്ങുന്ന കരം കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം നൽകുമ്പോൾ പല ജീവിതങ്ങളും ഒത്തിരി ഉയരങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് നടന്നു നീങ്ങും. ഈശോ കാണിച്ചു തരുന്നതും അതല്ലേ. രക്തസ്രാവക്കാരി സ്ത്രീ, അവള് ഇതാ ഒത്തിരിയധികം വേദനകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. പ്രിയമുള്ളവരെ, അവൾക്ക് സൗഖ്യം നൽകുന്ന ഈശോ അവളുടെ വിശ്വാസത്തെ കാണുക. ജനക്കൂട്ടത്തിൻ്റെ നടുവിലും ഇതാ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയെ കരുതുന്ന ഒരു ദൈവം. ജനക്കൂട്ടത്തിൻ്റെ നടുവിലും വചനത്തിൽ നാം കാണുന്നു, ഇത്രയും ജനങ്ങൾ നിന്നെ തിക്കിക്കൂടിയിരിക്കുന്നല്ലോ, ആരാണ് നിന്നെ സ്പർശിച്ചതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രിയമുള്ളവർ ഓർക്കണം, ആ തിങ്ങിക്കൂടുന്ന ജനത്തിൻ്റെ ഇടയിലും തന്നെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് തേടുന്ന ഒരുവളെ പരിഗണിക്കുന്ന തമ്പുരാൻ്റെ വലിയ സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാൻ പാടില്ലാത്തതാ. കാരണമുണ്ടല്ലോ, സങ്കടങ്ങളുടെ നടുവിൽ മറ്റാരും കാണാതെ കർത്താവിനെ സമീപിക്കുമ്പോൾ അവളെയും കരുതുന്ന, താങ്ങുന്ന ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനുമായി തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം സ്നേഹിക്കുവാനായി നിനക്ക് നൽകിയ ജീവിത പങ്കാളി, നിന്റെ പ്രിയപ്പെട്ട മക്കള്, നിന്റെ സഹോദരങ്ങള്, അനുദിന ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്ന വ്യക്തികള്, ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ഒരു നല്ല നോട്ടം മതി, ഒരു പുഞ്ചിരി മതി പലരുടെയും ജീവിതങ്ങൾക്ക് സന്തോഷം പകരാൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ പറയുക, ഒരു പുഞ്ചിരി കൊണ്ടുപോലും നിന്റെ പ്രിയപ്പെട്ടവരെ നീ നേടണം. ഇന്ന് ലോകം വായിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ്. വർഷങ്ങൾക്ക് മുൻപ് പലസ്തീനയുടെ തെരുവീതിയിലൂടെ കടന്നുപോയി ജീവിച്ച യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് നാം ഇന്ന് സുവിശേഷമായിട്ട് വായിക്കുന്നതെങ്കിൽ, ഇന്നിൻ്റെ ലോകം വായിക്കേണ്ട സുവിശേഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ്. പിതാവിൻ്റെ സ്നേഹം തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു കൊടുത്ത കഥയാണ് സുവിശേഷമെങ്കിൽ, ആ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി എൻ്റെ ജീവിതത്തിലൂടെ പുത്രനെ പകർന്നു കൊടുക്കുന്ന അനുഭവത്തിലേക്ക്, ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് കടന്നു വരണം. പ്രിയമുള്ളവരെ, ഒരു സ്നേഹത്തിൻ്റെ തലോടൽ മതി, ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം മതി, സാരമില്ല എന്ന് പറയുന്ന ഒരു വാക്ക് മതി, എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു കരസ്പർശം മതി പലരുടെയും സങ്കടങ്ങൾക്ക് ആശ്വാസം പകരുവാൻ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ നിറവുണ്ടാകണം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ മാത്രമേ കൂടെയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. എനിക്കുള്ളതല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കൊച്ചു ഉദാഹരണത്തിന്, ഇപ്പം എൻ്റെ കയ്യിലൊരു 1000 രൂപ ഇരിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഒരാവശ്യത്തിനു വേണ്ടി ഒരു 2000 രൂപ എന്നോട് വായ്പ ചോദിക്കുകയാണ്. എനിക്ക് പരിചിതനായ സുഹൃത്താണ്, ഞാൻ അറിയുന്നവനാണ്. അത് കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. പക്ഷേ അവന് കൊടുക്കാനായിട്ട് 2000 രൂപ ചോദിച്ച് അവന് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ 1000 രൂപ ഇരിക്കുമ്പോൾ 2000-ഓ 3000-ഓ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഉള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ. ഐ ക്യാൻ ഗിവ് ഓൺലി വാട്ട് ഐ ഹാവ്. എനിക്കുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ നിറവുണ്ടാകണം. എന്നെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരസ്പർശം ഞാൻ അനുഭവിക്കണം. അതിന് ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം. ആ ദൈവത്തിൽ നിന്ന് ആ സ്നേഹവും മാധുര്യവും ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന ജീവിത മണ്ഡലങ്ങളിൽ, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ആ സ്നേഹം പകുത്തു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം കൃപ നിറഞ്ഞതാകും. ഒരു സ്നേഹത്തിൻ്റെ ഒരു നോട്ടം മതി, ഒരു കുടയുണ്ട് എന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ സ്പർശനം മതി, ഒരു നല്ലൊരു പുഞ്ചിരി മതി ഒത്തിരി പേരെ പ്രത്യാശയിലേക്ക് നയിക്കുവാനായിട്ട്. അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളെ കൊണ്ട് തമ്പുരാൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരു വാക്കിലൂടെയാകാം, ഒരു നോട്ടത്തിലൂടെയാകാം, ഒരു പുഞ്ചിരിയിലൂടെയാകാം. ആ ഒരു കൃപയിലേക്ക്, ഒരഭിഷേകത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരുവാനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളോട് സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുവാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരോടൊക്കെ വലിയ കരുതലോടെ നമുക്ക് ഇടപഴകാം. നല്ലൊരു പുഞ്ചിരി മതി അനേകരൊക്കെ നേടിയെടുക്കാൻ കേട്ടോ. സുവിശേഷത്തിൽ ഈശോ അങ്ങനെയല്ലേ, എല്ലാവരെയും സ്നേഹിക്കുന്നു. തൻ്റെ നോട്ടത്തിലൂടെ, സ്പർശനങ്ങളിലൂടെ ഒക്കെ ഈശോ അനേകരെ ചേർത്ത് വയ്ക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളോട് സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് വർത്തമാനം പറയാൻ നമുക്കിഷ്ടമാണ്. ഇല്ലെങ്കിൽ ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതോർക്കുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ്. പരിചിതമല്ലാത്ത ഒരു സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാൾ കടന്നു ചെന്നപ്പോൾ ഒരു ട്രെയിൻ പോയി, അത് പോയിക്കൊണ്ടിരിക്കുന്നു. അനേകരതിൽ കയറുന്നു, അതിൽ പോയി യാത്ര ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ആ ട്രെയിനിലേക്ക് കയറാനായിട്ട് പറ്റിയില്ല. ഇനി അടുത്ത ട്രെയിൻ എപ്പോഴാണ് എന്നറിയുവാനായിട്ട് ചുറ്റും നോക്കിയപ്പോൾ പരിചിതരായ ആരെയും കാണുന്നില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹോദരൻ അവിടുത്തെ ചെറിയൊരു ബെഞ്ചിലിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ സീരിയസ് ആയ മുഖത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു സഹോദരൻ ഇരിക്കുന്നു. അദ്ദേഹം പല കാര്യങ്ങളിൽ വ്യാപൃതനാണ്. എങ്കിലും ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് ഒന്ന് തലയുയർത്തി നോക്കി എന്നെ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. അപരിചിതമായ ആ സ്ഥലത്ത് ഞാൻ ആരോട് അടുത്ത ട്രെയിൻ എത്ര മണിക്കാണെന്ന് ചോദിക്കും? തീർച്ചയായും എന്നോടൊന്ന് പുഞ്ചിരിച്ച് എന്നെ ഒന്ന് പരിഗണിച്ച വ്യക്തിയുടെ അടുത്തേക്കല്ലേ ഞാൻ പോവുകയുള്ളൂ. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു നോട്ടം മതി, ഒരു പുഞ്ചിരി മതി. അനേകരുടെ ജീവിതങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന അനുദിനം സ്വീകരിച്ച് കർത്താവിൻ്റെ ആലയത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ ചൈതന്യം നമ്മളിൽ ഉണ്ടാകണം. ഹൃദയത്തിൽ തമ്പുരാന്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ നോട്ടങ്ങളിൽ പോലും ആ സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ നമുക്ക് പകർന്നു നൽകുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അപ്രകാരം നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ ഒന്ന് പരിഗണിക്കുവാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് ചിലപ്പോൾ ചില പരാജയങ്ങൾ, ചില സങ്കടങ്ങൾ, ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ചില പിള്ളേരൊക്കെ പറയാറുണ്ട്, പരീക്ഷയിലൊന്നല്പം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് അന്ന് പോകാൻ പോലും പേടിയാണെന്ന്. പ്രിയമുള്ളവരെ, പരീക്ഷയിൽ ഒരു കൊച്ചിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകും. പക്ഷേ ആദ്യം അതിനെ ഒന്ന് ചേർത്ത് പിടിക്കണം കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംരക്ഷണമുണ്ട്, ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. ഒരു കുഞ്ഞ് അപ്പനോടും അമ്മയോടും ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് ലഭിക്കുന്ന ഒരാനന്ദം, ഒരു ദൈവ പൈതൽ യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കൃപയും അഭിഷേകവും, ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് ഒരിക്കലും. ദൈവസ്നേഹം ആരെയും ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാനെന്ന വ്യക്തി
ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഈ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ഓർക്കണം, ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന്, അത് കുടുംബമാകാം, സഭയാകാം, സമൂഹമാകാം, ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ പുറത്തു നിൽക്കുമ്പോൾ എനിക്കൊരിക്കലും സന്തോഷവും സംതൃപ്തിയും യഥാർത്ഥത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കൂടെയുള്ള ദൈവിക സാന്നിധ്യം നിറഞ്ഞവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, അതിൻ്റെ കുടുംബാംഗങ്ങളാണ്, പ്രിയപ്പെട്ടവരാണ്, അവരിൽ നിന്ന് ഞാൻ മാറി നിന്ന് എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി പോകുമ്പോൾ, മറ്റുള്ളവരെ പരിഗണിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പോകുമ്പോൾ ഈ ഒരു സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കൊച്ചു ചിന്തയുണ്ടല്ലോ, നമ്മുടെ ആത്മീയ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയൊരു ചിന്തയാണ്. പെരുന്നാളിൽ ഇതാ അപ്പനോടും അമ്മയോടുമൊപ്പം അതിൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്. ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. വലിയ സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു കുഞ്ഞിന്. അപ്പനും അമ്മയും പല കാര്യങ്ങളെക്കുറിച്ചും വർണ്ണിച്ചു കൊടുത്തു. കൊച്ചിൻ്റെ ആനന്ദത്തിനും സന്തോഷത്തിനും അതിരില്ല. പെട്ടെന്ന് തിരക്കുകൾക്കിടയിൽപ്പെട്ട് അപ്പൻ്റെയും അമ്മയുടെയും കൈവിട്ടുപോയി കുഞ്ഞ്. അത് തിരിച്ചറിഞ്ഞില്ല. കുറച്ചു നേരം മുന്നോട്ട് പോയി പല കൗതുകകരമായ കാഴ്ചകളും കണ്ടപ്പോൾ കുഞ്ഞ് തിരിച്ചറിയുന്നു, തൻ്റെ കരം പിടിച്ചിരുന്ന അപ്പനും അമ്മയും കൂടെയില്ല. അതുവരെ സന്തോഷവും ആനന്ദവും അനുഭവിച്ചിരുന്ന കുഞ്ഞിൻ്റെ കണ്ണുകളിൽ ഇതാ കണ്ണുനീർ വരികയാ. ആ കുഞ്ഞ് തിരിച്ചു നടക്കുകയാണ്. പലയിടങ്ങളിലും അപ്പനെയും അമ്മയെയും പരിധി നടക്കുമ്പോൾ തൊട്ടു മുൻപ് വലിയ സന്തോഷവും ആനന്ദവും നൽകിയ കളിപ്പാട്ടങ്ങളുണ്ട്, കാഴ്ചകളുണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ കരച്ചിൽ മാത്രം, ഹൃദയത്തിൽ സങ്കടം മാത്രം. കാരണം ഈ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് തന്നെ നയിക്കേണ്ട അപ്പനും അമ്മയും കൂടെയില്ല. ഏതാനും സമയങ്ങൾക്കുള്ളിൽ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ കണ്ടെത്തുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കരവലയത്തിൽ അമരുന്ന കുഞ്ഞിൻ്റെ സന്തോഷം തിരിച്ചു കിട്ടുക. ഓർക്കണം പ്രിയമുള്ളവരെ, സ്വാർത്ഥപരമായി ഞാൻ പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദൈവമെന്ന സമ്പത്തിനെ നഷ്ടപ്പെടുത്തുമ്പോൾ, ദൈവമെന്ന സ്നേഹത്തിൻ്റെ നിറവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ, അതെൻ്റെ കൂട്ടായ്മയിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അകന്നു നിൽക്കുമ്പോൾ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ നിറവിലേക്ക്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് പരിമിതികളില്ലാതെ എല്ലാവരും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ്, ആരെയും മാറ്റി നിർത്തുന്നില്ല. ആ സ്നേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സത്യം ഇതാണ്: നീയും നിൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തണം, സ്നേഹിക്കണം. ദൈവകൽപ്പനകളെ, പിതാവായ ദൈവം അബ്രഹത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പനകളെ സ്നേഹത്തിൻ്റെ 2 കൽപ്പനകളാക്കി ഈശോ ചുരുക്കുമ്പോൾ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും. കൂടെയുള്ളവൻ, അയൽക്കാരനാരാ? എൻ്റെ കൂടെയുള്ളവനാ, എൻ്റെ കൂടപ്പറപ്പാ, എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നവനാ. അവരെയും ചേർത്ത് പിടിക്കുവാൻ, സ്നേഹത്തിൻ്റെ നിറവിലേക്ക്, നന്മയിലേക്ക് അവരെയും കൈപിടിച്ച് നയിക്കുവാനായിട്ട് ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുമ്പോൾ, പരിശുദ്ധ അമ്മയെ നമുക്ക് കാണിച്ചു തരുന്ന അതല്ലേ, ലഭിച്ച സ്നേഹം പങ്കുവെച്ചു കൊടുത്തു, ആരെയും മാറ്റി നിർത്തിയില്ല. തനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ പോലും കൂടെയുള്ളവളെ സഹായിക്കുവാനായിട്ട് സഹായം ആവശ്യമുള്ള എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് 6 മാസത്തോളം അവളെ സഹായിക്കുകയാണ്. നോക്കിക്കേ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ ആർക്കും അത് സ്വന്തമായി പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് കൂടെയുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, ആരെയും തള്ളിക്കളയാത്ത, എല്ലാവരെയും പരിഗണിക്കുന്ന വലിയൊരു ആത്മീയതയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, സാധിക്കുമെങ്കിൽ നമ്മുടെ ഇടവകയിലോ തൊട്ടടുത്ത ഇടവകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങളുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെയൊക്കെ ഒന്ന് ചെല്ലുവാനും ഒന്ന് സന്ദർശിക്കുവാനും സാധിക്കുന്ന ഒരു നന്മയുടെ പ്രവൃത്തി ചെയ്യുവാനും ഒക്കെ ആയിട്ടൊന്ന് പരിശ്രമിക്കുക. ഇന്ന് തന്നെ അത് ചെയ്യണമെന്നില്ല. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ തീരുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെയൊക്കെയുള്ള പ്രായമായ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നോക്കുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഇടങ്ങൾ, നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റിയ ഇടങ്ങളുണ്ടെങ്കിൽ കുടുംബമായിട്ടൊക്കെ ഒന്ന് ചെല്ലണം. അവിടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കരുതുന്ന സ്നേഹം നമ്മളെന്തോരും അനുഭവിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു നന്മയുടെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇനി അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഒരു ദിവസത്തെ ഒരു ഭക്ഷണമോ
ഏതെങ്കിലും ഒരു സഹായമോ ചെയ്യുവാനായിട്ട് സാധിക്കുന്നവരുണ്ടെങ്കിൽ അപ്രകാരം നമ്മുടെ ഈ ഒരു ശുശ്രൂഷയിൽ നമുക്ക് സാധിക്കുന്ന വലിയൊരു നന്മയുടെ പ്രവൃത്തിയായിട്ട് അതിനെ കാണാം. അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. മറ്റുള്ളവർ ഈ ഒരു നിയോഗം സമർപ്പിച്ച് ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. വിമല സങ്കേത ശുശ്രൂഷയുടെ 28-ാം ദിനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ മനസ്സിലോർക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, അത് പല കാരണങ്ങളിലാണ്, ഒറ്റപ്പെട്ടു പോയ എല്ലാവരെയും സമർപ്പിക്കാം. അനാഥത്വം പേറുന്ന എല്ലാവരെയും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ ജീവിതം കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ആരുടെയും ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുവാൻ ദൈവമേ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടുകൂടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? സ്വയം നോക്കിക്കൊണ്ട് കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നീ തളരുമ്പോൾ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ നിന്നെ താങ്ങുന്നവനാ, ഞാൻ നിന്നെ സംരക്ഷിക്കുന്നവനാ, ഞാൻ നിന്റെ കൂടെയുള്ളവനാ. ഇതാ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം ഇതാ ഈ അൾത്താരയിൽ ആ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഗാനത്തിന്റെ ഇരടിയോട് ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ?
പ്രാർത്ഥനയോടെ എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും വരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും ധരയിൽ. പ്രാർത്ഥനയോടെ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? ചേർന്ന് പാടട്ടെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രാർത്ഥനയോടെ ദിവികാരുടെ സന്നിധിയിൽ നമ്മളെയും നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ അനന്തമായ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ ഈശോ നമ്മളെല്ലാവരെയും സമ്പന്നമാക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനങ്ങൾ നൽകി ഈശോ പറയുക, ഞാൻ ആരെയും അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ ആരെയും ഒറ്റയ്ക്കാക്കുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. ഇമ്മാനുവേൽ, ദൈവം കൂടെ വസിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ നിന്റെ കരം പിടിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. തീർച്ചയാ ആ ദൈവം നിന്നെ മാറ്റി നിർത്തുന്നവനല്ല, നിന്നെ ചേർത്ത് നിർത്തുന്നവനാ. ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത മേഖലകളെയും സമർപ്പിക്കുന്നു. എന്നെ അഭിഷേകം ചെയ്യുവാൻ, അനുഗ്രഹിക്കുവാൻ നാഥാ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? 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 ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ? ചേർന്ന് പാടി. കരുതുന്നവൻ കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹൃദയത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് കണ്ണുനീരിന്റെ ഈശോയെ നന്ദി, താഴ്വരയിൽ ഈശോയെ ആരാധന, കൈവിടുകയില്ല ഈശോയെ മഹത്വം, ഈശോയെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഈശോയെ നന്ദി. ദിവികാരുണ്യ ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഹൃദയത്തിൽ സ്തുതിക്കട്ടെ, അധരങ്ങളിൽ യേശുനാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ദിവികാരുണ്യ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കൈപിടിച്ച് നയിക്കുന്നവനെ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത് അനുദിനം ഞങ്ങളുടെ കൈപിടിച്ച് നയിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവികാരുണ്യ ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇതാ ദിവികാരുണ്യീശോ നിന്റെ കാതുകളിൽ മന്ത്രിക്കുകയാണ്. കരുതുന്നവൻ കൂടെയുണ്ട്, തളരുന്നതെന്തിന്, കരയുന്നതെന്തിന്, ഞാൻ നിന്റെ കൂടെയില്ലേ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വര
കൈവിടുകയില്ല ഞാൻ നിന്നെ. ദിവികാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ ഇതാ ഈശോ നിന്നോട് സ്നേഹത്തോടെ നിന്റെ കാതുകളിൽ മന്ത്രിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. നമ്മുടെ കരം പിടിക്കുന്ന, നമ്മളെ താങ്ങുന്ന ദിവികാരുണ്യത്തോടെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തളരരുത് മകനെ, തളരരുത് മകളെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നമ്മോടൊപ്പമായിരിക്കുന്ന ദിവികാരുണ്യീശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കടങ്ങളിൽ, വേദനകളിൽ, നെടുവീർപ്പുകളിൽ നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ അവയെല്ലാം തുടച്ചു മാറ്റി, മോനെ മോളെ, നിന്നെ സ്നേഹിക്കുന്ന ഈശോ ഞാനില്ലേ, നീ എന്തിനാ ഭയപ്പെടുന്നത്, നീ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത് എന്നെൻ്റെ കാതുകളിൽ മന്ത്രിച്ച് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രാർത്ഥനയോടെ ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് തമ്പുരാനെ ഒന്ന് നോക്കി ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹൃദയത്തിൽ യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. 116 സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു അഭിഷേക വചനമിത. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്ന്, പാദങ്ങളെ ഇടർച്ചയിൽ നിന്ന് മോചിപ്പിച്ചു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ശക്തിയുള്ള ഏകനാമം യേശുവെന്ന നാമം, രക്ഷ നൽകുന്ന നാമം, അധരങ്ങളിലും ഹൃദയത്തിലും യേശുനാമമാകട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും വിമല സംഗീത ശുശ്രൂഷയിലൂടെ പരിശുദ്ധി അമ്മ നമ്മളെ നയിക്കുന്നതും ഈ ഒരു ബോധ്യത്തിലേക്കാണ്. യേശുവിൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട്, പിതാവായ ദൈവം എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. സുവിശേഷത്തിൽ ഈശോയെ നമ്മൾ നോക്കുമ്പോൾ തന്നെ സമീപിച്ച എല്ലാവരെയും ചേർത്ത് നിർത്തിയവന്, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തു മുതൽ എല്ലാവർക്കും കടന്നു വരുവാനായിട്ട് തൻ്റെ ജീവിതത്തെ തുറന്നിട്ടവനായി ഈശോ. ജ്ഞാനികൾ വരുന്നു, സമ്പന്നര് വരുന്നു, അട്ടടയര് വരുന്നു, തിരിച്ചു വ്യത്യാസങ്ങളില്ലാതെ കരുതുന്നവൻ, സ്നേഹിക്കുന്നവൻ ഈശോ, തങ്ങുന്നവൻ ഈശോ. പ്രിയമുള്ളവരെ, മതിൽക്കെട്ടുകളില്ലാത്ത ഒരു സ്നേഹമായിരുന്നു. ഒരു തുറന്ന പുസ്തകം പോലെ കർത്താവിനെ ആർക്കും സമീപിക്കാം. ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം തന്നെ സമീപിച്ച ഒരു മനുഷ്യനെ പോലും വെറുതെ വിട്ടിട്ടില്ല. തളർവാദ രോഗിയെ കിടക്കയോടെ കൊണ്ടുവന്നപ്പോൾ അവന് സൗഖ്യം കൊടുത്തു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചവളെ തിരിച്ചറിഞ്ഞ് അവൾക്ക് സൗഖ്യം കൊടുത്തു. പ്രിയമുള്ളവരെ, ആരെല്ലാം കർത്താവിനെ തേടിയെത്തിയിട്ടുണ്ടോ അവരെല്ലാവരെയും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല, ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. നിനക്ക് കഴിവ് പോരാ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, നീ ഒരു കാര്യം ചെയ്താലും നന്നാവില്ല എന്ന് നമ്മളോട് പലരും പറയുമ്പോൾ കർത്താവ് ഇതാ നമ്മളെ ചേർത്ത് നിർത്തുന്നവനാണ്. ഒരു പക്ഷേ ഒറ്റപ്പെടലിൻ്റെ വേദന നീ അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ കൂടെയുള്ളവർ നിന്നെ പരിഗണിക്കാത്തതിൻ്റെ നൊമ്പരം നീ ഹൃദയത്തിൽ പേറുന്നവനാണെങ്കിൽ,
പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നീ ആഗ്രഹിച്ചതുപോലെ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൽ പരാജയത്തിന്റെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവ് പറയുക, നീ തളരണ്ട, നീ കരയണ്ട. കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാ. എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഞാൻ നിന്നെ സൃഷ്ടിച്ച് നിനക്ക് രൂപം നൽകുമ്പോൾ എൻ്റെ ജീവശ്വാസം, ആത്മാവിൻ്റെ ചൈതന്യം ഞാൻ നിന്നിൽ നിശ്വസിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവൻ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. കർത്താവിത ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രിയമകനെ, പ്രിയമകളെ, നിന്നെ നോക്കി പറയുക, നീ ഭയപ്പെടേണ്ട, നീ തളരണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട. കാരണം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിൻ്റെ കൂടെയുള്ള ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ കൈപിടിച്ച് നയിക്കും. ഇതാ തമ്പുരാൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന ഈരടികൾ നമുക്ക് കേൾക്കാം, ചേർന്ന് പാടാം, ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. സ്വയം നോക്കിക്കൊണ്ട് പാടിക്കേ. നിന്നെ സൃഷ്ടിച്ച ദൈവം, എല്ലാവരും ചേർന്ന് പാടിക്കേ. ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോ പറയുക, നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്റെ കൂടെയില്ല മകനെ, മകളെ, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, കർത്താവെ കൂടെ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കർത്താവേ, കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെ. ചേർന്ന് പാടിക്കേ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് ദിവികാരണീശോയെ നോക്കിക്കേ. ഈശോ പറയുക, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:37, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ പോലും ഞാൻ തള്ളിക്കളയുകയില്ല. ഈ ദിവികാരുണ്യ സന്നിധിയിൽ പ്രിയ മകനെ, മകളെ, നീ എവിടെയിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ, കർത്താവ് നിന്നോട് അരുളി ചെയ്യുകയാണ്, എൻ്റെ അടുക്കൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഞാൻ തള്ളിക്കളയുകയില്ല. ഒരുപക്ഷെ ജീവിതത്തിന്റെ വലിയ നൊമ്പരങ്ങളിലൂടെ നീ കടന്നു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും. നിന്റെ കൂടെയുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയതിന്റെ നൊമ്പരം നീ വേറുന്നുണ്ടാകും. ഈ ദിവികാരുണ്യീശോ നിന്റെ കാതിൽ മന്ത്രിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ പാലിക്കുന്ന ദൈവമാ, ഞാൻ നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ നിന്നോട് കൂടെ നിന്ന് നിന്നെ ചേർത്തുപിടിക്കുന്ന ദൈവമാ. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തിയതും അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ നിറവിലേക്ക് അമ്മ നമ്മളെ നയിക്കുകയായിരുന്നു. കാരണം നിന്റെ ജീവിതത്തിൽ നിന്നോടൊപ്പമുള്ള ഒരു ദൈവമുണ്ട്, ഇമ്മാനുവേൽ. അതാണ് ദൈവം, കൂടെ ആയിരിക്കുന്നവൻ, നിന്നെ സ്നേഹിക്കുന്നവൻ. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ കണ്ണുകളുയർത്തിയൊന്ന് പ്രാർത്ഥിച്ച്, ഈശോ ഇല്ലേ നിന്റെ കൂടെ? എല്ലാവരും ഏറ്റവും തീഷ്ണതയോടെ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ.
ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവനായകൻ ദൈവം. എല്ലാ മുറിവുകളും സൗഖ്യപ്പെടുത്തുന്നത് ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ. കരങ്ങളൊന്നും അടിയിൽ തുറന്നു വെച്ച് പാടട്ടെ. ഭയപ്പെടേണ്ട എല്ലാവരും ചേർന്ന് മകനേ, മകളേ, ഈശോനാഥ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഓ എന്റെ ദൈവമേ, ആരാധിക്കുന്നു നിന്നെ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. സ്വരമുയർത്തി ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ, മകളേ, മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഞാൻ നിന്റെ ദൈവമല്ലേ. നിന്നെ നീ കരയരുതേ. കരയരുതേ എന്റെ പൊന്നോമന പുത്രനല്ലേ നീ. ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ദിവികാരുണ്യ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചു മാറ്റുന്നവനാ, ഞാൻ നിന്റെ ഒപ്പമുള്ളവനാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാ. കാരണം ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എൻ്റെ ഛായയിലും എൻ്റെ സാദൃശ്യത്തിലുമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, എല്ലാവരും ഈശോയെ നോക്കിക്കൊണ്ട് പാടട്ടെ. ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ടെന്ന് പാടിക്കേ. ഞാൻ നിന്നെ ഈശോയെ, സൃഷ്ടിച്ച ദൈവം, You are my beloved one. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാ, നീ എന്റെ സ്വന്തമല്ലേ. ദൈവം, ഈശോയെ, നന്ദി, ഈശോയെ, ആരാധന. ഞാൻ നിന്റെ ഹല്ലേലൂയ, പാതയിൽ ഹല്ലേലൂയ, 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 ഈശോയെ, നന്ദി. നിന്നെ നയിക്കുന്ന ദൈവം. സ്വരമുയർത്തി ചേർന്ന് പാടട്ടെ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ, ഹല്ലേലൂയ, മകളേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിലും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ എന്റെ കൂടെയുണ്ട്. കരയരുതേ ഈശോനാഥ, ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒരിക്കൽ കൂടി സ്വരമുയർത്തി. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ കൂടെയുള്ള തമ്പുരാൻ എന്നെ അറിയുന്നവനാ, എൻ്റെ ജീവിതത്തെ അറിയുന്നവനാ, കടന്നു പോകുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്നെ മനസ്സിലാക്കുന്നവനാ. എൻ്റെ കർത്താവേ, നിൻ്റെ ദിവികാരുണ്യ സന്നിധിയിലേക്ക് എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഏറ്റവും പ്രത്യേകമായിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ, ഓരോരോ സ്നേഹിക്കാനില്ലാത്തവരെ, അനാഥത്വം പേറുന്നവരൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുന്ന കർത്താവേ, ആ നിയോഗങ്ങൾക്കൊക്കെ അപ്പുറത്ത് നീ നൽകുന്നൊരു ആശ്വാസമുണ്ടല്ലോ. ഭയപ്പെടേണ്ട പ്രിയമകനെ, പ്രിയമകളെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? പൗലോസ്ലീഹ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയ കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ, എൻ്റെ കൂടെയെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ദിവികാരുണ്യ സന്നിധിയിൽ
ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ എപ്പോഴും കൈപിടിച്ച് നയിക്കും. ഒരു ബോധ്യത്തിൽ എല്ലാവർക്കും മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവികാരുണീശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം, ശക്തിപ്പെടുത്തുന്ന ആശീർവാദം, അഭിഷേകം ചൊരിയുന്ന ആശീർവാദം നമ്മൾ പാടി ഈരടികൾ ആവർത്തിച്ച് പാടി. ഭയപ്പെടേണ്ട പ്രിയമകനെ, പ്രിയമകളെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇനി ഒരിക്കലും ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ തമ്പുരാൻ നിന്നെ കരയുവാനായിട്ട് അനുവദിക്കുകയില്ല. ഒരു ബുദ്ധിത്തോടെ നിന്റെ കണ്ണുനീരിന് ഈ ദിവികാരുണീശോ ഉത്തരം നൽകും. നിന്റെ സങ്കടങ്ങൾ ഈ കർത്താവ് തുടച്ചു മാറ്റും. വലിയ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച് ശിരസ് നമിച്ച് ദിവികാരുണീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നന്മ പ്രവൃത്തി. സാധിക്കുന്ന ഒരു ദിവസം അനാഥാലയങ്ങളോ വൃദ്ധസദനങ്ങളോ കുടുംബത്തോടൊപ്പം സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.